ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി വിത്ത് അലൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിതാ ഞാനും ഇവമോളും അമ്മയും അലൻകുട്ടിയൊക്കെ കൂടിയിട്ട് എങ്ങടാ യാത്ര പോകണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മളിന്ന് പോകുന്നത് അനിയൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനാണ്. അപ്പം നമ്മൾ പോകുന്നത് AR ഹാൻഡ്ലൂംസിലേക്കാണ്, കുത്താമ്പള്ളിയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഡെയിലി കാണാറുണ്ട് ARകാരുടെ. അപ്പോൾ കുറേ സെലിബ്രിറ്റീസ് വരുന്നതും മറ്റു വ്ളോഗേഴ്സിൻ്റെയും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സാരീസും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നല്ലാണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തി അറിയാം. എന്താ പറയുക, ഇത് വെറുതെ ഒരു പരസ്യമാണോ എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഇത് പോണ വഴിക്ക് നമ്മുടെ ചേലക്കര ഭാഗമൊക്കെയാണ് കേട്ടോ. ഇത് നല്ല വൈബാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്കൊരു ടൂർ പോണ ഒരു പ്രതീതിയൊക്കെ തോന്നും കേട്ടോ, ഫീൽ ചെയ്യും. മറ്റേ നമ്മുടെ അതിരപ്പള്ളി ഏരിയയൊക്കെ പോവില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലങ്ങൾ ഫുള്ളും കാണാനത്. കാരണം വലിയ ചൂടൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുന്ന് കുന്നംകുളം ഏരിയയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി പോകുന്നതിൻ്റെ വല്ല കാര്യം ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ അവിടെ പോയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ പോണ വഴിക്കൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരങ്ങളൊക്കെ ഇതാ ഉണങ്ങിയിട്ട് നിൽക്കുകയാണ്. അത്രയും ചൂടാണല്ലോ, പറയണ്ടല്ലോ. എന്നാലും ആ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കാണാനും അതുപോലെ തന്നെ പൂത്തിളഞ്ഞ് നിൽക്കുന്നത് കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതായത് പ്രകൃതി അങ്ങനെയാണ് നമുക്ക് ഓരോന്നിങ്ങനെ സമ്മാനിച്ചേക്കുന്നത്. ആ ഒരു പച്ചപ്പാണെങ്കിലും ആ ഒരു വരണ്ട് നിൽക്കുമ്പോഴും അതിന് വേറൊരു ഭംഗി. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ. കുറേ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കുത്താമ്പുള്ളിയൊക്കെ ആ ഏരിയ എത്തുമ്പോഴേക്കും കണ്ടോ, ഇത് ഏതാ പുഴ എന്നൊന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് പേരൊക്കെ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുളിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഇറങ്ങാൻ നിന്നില്ല. അപ്പം അത് അലൻകുട്ടിയൊക്കെ അത് എത്തിച്ച് നോക്കുന്നുണ്ട്. നല്ല വെള്ളമുള്ള സമയമാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. അപ്പോൾ ഇതാ നമ്മുടെ ARക്ക് എത്തിയിട്ടോ. നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ അങ്ങനെ ഒരാളിരുന്ന് നെയ്യുന്നുണ്ട്. സാരി നെയ്യുന്നതാ തോന്നുന്നു. ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല, അത് കാരണം കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ. അപ്പം അലൻകുട്ടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ലേ കാണുന്നേ. അത് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റാഫ് വന്നു നമ്മളകത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. സ്റ്റാഫുകളുടെ എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാവേ. അതുകൊണ്ട് അലൻകുട്ടി എത്തിച്ച് നോക്കുന്നുണ്ട് ഇത് എന്താണ് സംഭവം, ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ. ഞാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ രാജുവേട്ടനും അരവിന്ദും ഒക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. പക്ഷെ അവർ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഫ്രണ്ട് ഫസ്റ്റ് ഭാഗമാണ് കേട്ടോ. അതായത് കയറി ചെല്ലുമ്പോഴത്തെ ഇതാണ്. നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടൻ്റെ സാരികളാണ് അതൊക്കെ. സോഫ്റ്റ് കോട്ടൺ അല്ല, സോഫ്റ്റ് സിൽക്ക് സാരീസാണ്. ഇത് മേലത്തെ സെക്ഷനാണ് കേട്ടോ. ഇതാ ലെഹങ്കയൊക്കെ കണ്ടില്ലേ, ഒരു 5000ൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് ഇതൊക്കെ. അതായത് നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ വരാമെന്നുള്ളതിൽ ഇവിടെ വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. സാരീസൊക്കെ അടിപൊളി സാരീസായിരുന്നു. ധാവണി സെറ്റുകൾ, കേരള സാരികളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. എവിടെന്നാ തുടങ്ങുക എവിടെന്നാ അവസാനിപ്പിക്കുക എന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. അത്രയും അടിപൊളി സാരീസായിരുന്നു അവിടെ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ ഇവമോളും കൂടി നോക്കേണ്ട കാരണം അധികം അങ്ങോട്ട് വീഡിയോസ് കറക്റ്റായിട്ട് അങ്ങോട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാ കുറേ സാരീസ്, ലെഹങ്ക സെക്ഷനായിരുന്നു അതിൻ്റെ ഉള്ളിൽ, ധാവണി സെറ്റ് ലെഹങ്കൊക്കെ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് പോയതെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കേരള സാരീസാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള എന്താ പറയുക, പ്രിന്റ് ചെയ്തതും പെയിൻറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സാരീസൊക്കെ കേരള സാരീസിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ കുത്താമ്പുള്ളി. അത് ആ പറച്ചിൽ മാത്രമല്ല എന്ന് അവിടെ വന്നപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. അപ്പം നമ്മൾ അവിടുന്ന് കുറേ മുണ്ടുകളും ഷർട്ടുകളും അതുപോലെ തന്നെ ധാവണി സെറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ. സെറ്റ് സാരീസ്, അമ്മയ്ക്കൊരു സെറ്റ് സാരി അങ്ങനെയൊക്കെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് അമ്മയും ഉമ്മോളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടപ്പുണ്ട്. എവിടുന്നാ നമുക്ക് നോക്കി തുടങ്ങുകയെന്ന് നമുക്ക് ആകെ കൺഫ്യൂഷനാവും. ഉമ്മോൾക്കൊരു ഫ്രോക്ക് എടുത്തു കേട്ടോ, അവിടെ കേരള സെറ്റ് പോലത്തെ ഒരു ഫ്രോക്ക്. അപ്പോൾ എനിക്കും അതേ സെറ്റ് മുണ്ട് കണ്ടിട്ട് എവിടുന്ന് തുടങ്ങുന്നുണ്ട് എന്നൊരു പിടുത്തല്ലാണ്ട് നിന്നായിരുന്നു.
അപ്പോൾ അതാ നല്ല മ്യൂറൽ പെയിൻറ് ചെയ്ത ഷർട്ടുകളും അങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഈ കൃഷ്ണൻ്റെ ഒക്കെ അല്ലേ അതും അതിന് മാച്ചായിട്ടുള്ള അതേ പ്രിന്റ് ആയിട്ടുള്ള മുണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിലായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും പറയത്തക്ക മെയിൻ കാര്യം. അതുപോലെ തന്നെ മുണ്ടുകളൊക്കെ ഉണ്ടല്ലോ ധോത്തീസ്, അതൊക്കെ 400-ൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടിപൊളി ധോത്തീസ് കിട്ടും കേട്ടോ. അപ്പോൾ കല്യാണ ചെക്കനാണെങ്കിലും നമുക്ക് നല്ല അടിപൊളി മുണ്ടാണ് കിട്ടിയത്. നല്ല റേറ്റ് ഇതില്ലേ. അപ്പോൾ റേറ്റാണ് ഏറ്റവും മെയിൻ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കും. എല്ലാവരും എത്രയും ദൂരത്തുനിന്ന് പോലും ആളുകൾ അന്വേഷിച്ച് വരുന്നത് ഇതുകൊണ്ടാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. കണ്ടോ, സാരീസിൻ്റെയും സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കളക്ഷനാണ്. ഏതാ എടുക്കുക എന്നുള്ള സംശയത്തിലായിരുന്നു കേട്ടോ. അലൻകുട്ടിക്ക് ഇതുപോലത്തെ ഒരു മോഡലാണ് എടുത്തത്. നമുക്ക് ഈ ചേച്ചിയാണ് കേട്ടോ നമ്മൾ സർവീസ് ചെയ്യാൻ നിന്നിരുന്നത് സ്റ്റാഫായിട്ട്. ആ ചേച്ചിയുടെ ഇത് പറയാണ്ടിരിക്കുകയാണ് ഭേദം. അതായത് അത്ര നല്ലതായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടിലൊരാളെ പോലെ ഇടയ്ക്ക് ഫീൽ ചെയ്തത്. ഏട്ടനാണ് പറഞ്ഞു, നല്ല സ്വഭാവമുള്ള ചേച്ചി കേട്ടോ. അത്രയും നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ആളെ എടുക്കാനാണെങ്കിലും ദാ ചേച്ചിയാണ് റോസ് ചുരിദാർ ഇട്ടത്. ഒരു മടി ഉണ്ടായിരുന്നില്ല. നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ പോയിട്ടാണെങ്കിലും പൈസ അടച്ചൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെള്ളം കുടിപ്പിച്ചിട്ടാണ് ആളെ വിട്ടത്. അത്രയും ഒരു സ്നേഹമായിരുന്നു എന്നുള്ളൊരു ചേച്ചിയായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ സ്റ്റാഫുകളെ. പറയാതിരിക്കാൻ വയ്യ. അത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോവും. കാരണം അത്രയും നല്ലൊരു പെരുമാറ്റമാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ കേട്ടോ. നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ആരെങ്കിലും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനോ വേറെ വല്ല ഫംഗ്ഷൻസിൻ്റെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഹാൻഡിലൂംസ് കുത്താമ്പുള്ളിലേക്ക് പോവുക. ഇത് അവരുടെ ഒരു പ്രമോഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലേ. അപ്പോൾ അത് നേരിട്ട് പോയിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഇതാ പോയി വരണ വഴിക്ക് നമ്മൾ ട്രെയിൻ പോകണത് ഇങ്ങനെ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമുക്കും ട്രെയിനൊക്കെ പോണ് കണ്ട ഒരു സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പഠിക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.